ഞാൻ മറ്റൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിടയിൽ എപ്പോഴും തന്നെ ഒരു ചർച്ചയുണ്ട്. കൂട്ടുകാരാണോ വീട്ടുകാരാണോ കൂടുതൽ ആത്മാർത്ഥതയുള്ളത്, കൂടുതൽ നല്ലത് എന്നുള്ളത്. അപ്പോൾ കുറേ ആളുകൾ പറയും എൻ്റെ വീട്ടുകാരെക്കാളും നല്ലത് എൻ്റെ കൂട്ടുകാരാണ്. എൻ്റെ കൂട്ടുകാരാണ് എന്നെ ഏത് ആപത്തിലും സഹായിക്കുന്നത്. എൻ്റെ വീട്ടുകാരെക്കാളും എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ കൂടെ വരുന്നത്, എന്നെ സന്തോഷിപ്പിക്കുന്ന എല്ലാം എൻ്റെ കൂട്ടുകാരാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എന്നാൽ ചില ആളുകൾ പറയും കൂട്ടുകാരിൽ നിന്ന് പണി കിട്ടിയ കുറേ ആളുകളുണ്ട്. അവർ പറയും എൻ്റെ വീട്ടുകാർ മാത്രമാണ് എപ്പോഴും എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് പറയാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്ന. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ വ്യത്യാസമാണല്ലോ. ഇപ്പം നമുക്ക് നമ്മുടെ അഭിപ്രായമല്ലേ പറയാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് കൂട്ടുകാർ എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള ഒരു ആളുകളാണ്. അവർക്ക് ഒരിക്കലും നമ്മളെ പൂർണ്ണമായും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതേസമയം വീട്ടുകാരാണെങ്കിൽ നമ്മൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് പ്രയാസം വന്നാലും മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൂടുതലും തരുന്നത് വീട്ടുകാരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾക്ക് അതുപോലെ ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മളത് തിരിച്ചറിയുന്നത്. നമ്മളെ എങ്ങനെയാണ് ഈ കൂട്ടുകാർ എന്ന് പറയുന്നവർ നൈസായിട്ട് ഒഴിവാക്കി വിടുന്നത് എന്ന് നമുക്ക് റിയൽ പ്രോബ്ലം വരുമ്പോഴേ അറിയുകയുള്ളൂ. അല്ലാതെ നമ്മുടെ കാലൊന്ന് തട്ടുകയോ മുറിയോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോഴോ ഒക്കെ കൂട്ടുകാർ വലിയ ആൾക്കാരായിരിക്കാം. എന്നാൽ നമുക്ക് റിയലായിട്ട് നമ്മൾ കടത്തിൽ മുങ്ങി അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പാടിലായി നമുക്ക് മുന്നോട്ട് ഒരു രീതിയിലും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ആ കൂട്ടുകാർ ആരാണ് വീട്ടുകാരാരാണ് എന്ന് തിരിച്ചറിയുന്നത്. ഇപ്പോൾ എന്തൊക്കെ വന്നാലും ഒരാൾ അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായും അടിപ്പെട്ടു പോവുകയാണെങ്കിൽ അവസാനം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ വീട്ടുകാർ മാത്രമാണ് അവർക്ക് കൂടെ ഉള്ളത് എന്ന്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. അങ്ങനെ വളരെയധികം കൂട്ടുകൂടിയ ഒരു കഥയാണ് പറയുന്നത്. അപ്പം കൂട്ടുകാർ എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും നടക്കുമല്ലോ. അപ്പം ഇതുപോലെ എന്താ പറയുക, കൂട്ടുകാർക്ക് വേണ്ടി എന്താ പറയുന്നത്, ദിവസം ഉണരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരെ ഏറ്റവും അധികം സഹായിക്കുക, അവരെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുക, അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കുക, അവർക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, തളർന്നിരിക്കുന്നവരെ എന്താ പറയുന്നത്, നമ്മളുടെ വാക്കുകൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക, അവരെ മുന്നോട്ട് നയിക്കുക. അല്ലെങ്കിൽ അവരൊരു അസുഖമാണെങ്കിൽ അവർക്ക് മുന്നോട്ടൊരു നല്ലൊരു ഭാവിയുണ്ട് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്തി ലൈഫുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ജോലി കിട്ടിയ ആദ്യകാലത്ത് ഞാൻ സൗദി അറേബ്യയിൽ പോകുന്ന സമയത്ത് മലയാളിയായിട്ട് ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ വെച്ച് എനിക്കൊരു കുട്ടി എൻ്റെ കൂടെ മലയാളി കുട്ടി വന്നിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ പേരൊന്നും പറയാനായിട്ട് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആ കുട്ടി ആദ്യമായിട്ടാണ് ഗൾഫിൽ വരുന്നത്. ഞാൻ വന്ന് 1 വർഷം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വന്ന് ആ 1 വർഷം ഞാൻ തനിയായിരുന്നു. അപ്പോൾ ഞാൻ വളരെയധികം മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്യുന്നവർ വാർഡിലുള്ള മലയാളികളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണാനായിട്ട് പ്രത്യേക സാഹചര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾക്കായിട്ട് പ്രത്യേക ഒരു വില്ല പോലെ എടുത്തു തന്നിരിക്കുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിലെ ഓൺ കോള് പെട്ടെന്ന് വിളിക്കുമ്പോൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കൂടുതലും താമസിച്ചുകൊണ്ടിരുന്ന ഫിലിപ്പിനോസ്, അറബ്സ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ്. അപ്പോൾ എപ്പോഴും ഞാൻ കൊതിക്കുമായിരുന്നു ഒരു മലയാളം സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മുറിയിൽ TV ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു TV ഇല്ല. പിന്നെ പുറത്ത് പോകുമ്പോൾ ഒരു മലയാളം മാഗസിൻസ് മേടിക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം. അന്ന് മൊബൈലൊന്നും പോപ്പുലർ ആയിട്ടില്ല. അപ്പോൾ സ്വന്തമായിട്ട് ഞാൻ മൊബൈൽ മേടിച്ചിട്ടില്ല. അങ്ങനെ ആകപ്പാടെ വിരസമായ ഒരു ജീവിതത്തിലാണ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു മലയാളി കുട്ടി വരുന്നത്. അപ്പോൾ ഈ കുട്ടിയെ ഞാൻ എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെ, അതായത് ഞങ്ങൾ തമ്മിൽ ഒരേ വയസ്സാണ്, എന്നാലും ഞാൻ അനിയത്തി എന്ന് പറയുന്നു. അതുപോലെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ കുട്ടിയെ വളരെയധികം സ്നേഹിച്ചു. അതുപോലെ ചായ വരെ ഞാൻ ബെഡിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു രീതിയിലായിരുന്നു. ഞാൻ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്. പ്രത്യേകിച്ചും എനിക്ക് അനിയത്തി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം കെയർ ചെയ്ത് എന്ത് കാര്യവും ഞാൻ കെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ആൾ ഒരു വർഷത്തോളം
ഒരു ബ്ലാങ്കറ്റ് തന്നെ സ്വന്തമായിട്ട് മേടിച്ചിട്ടില്ല. കാരണം എൻ്റെ ബ്ലാങ്കറ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ 2 പേരും ഒരു ബെഡ് 2 അടുപ്പിച്ചിട്ടിട്ട് ഒരു ബെഡിലാണ് കിടന്നുകൊണ്ടിരുന്നത്. കാരണം പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കാനില്ല, വീട്ടിൽ അയക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എന്തൊക്കെ എൻ്റെ സാധനങ്ങളുണ്ടോ, എൻ്റെ പാത്രങ്ങൾ, എൻ്റെ സാധനങ്ങളെല്ലാം പുള്ളിക്കാരി യൂസ് ചെയ്യുന്നു. എനിക്കതിൽ യാതൊരു മടിയില്ല, ഒരു വിരോധവും ഇല്ല. കാരണം എനിക്കൊരു മലയാളിയെ കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു. അപ്പം തിയേറ്ററിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ തുറന്നു പറയും. നമ്മളിപ്പം വളരെയധികം കൂട്ടാകുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളില്ലേ ഫിലിപ്പിനോസ്, അവരെ പറ്റിയൊക്കെ നമ്മൾ വന്ന് നമ്മുടെ വിഷമം പറയത്തില്ലേ, അവൾ ഇത് ചെയ്തു, ഇവളെ ഇത് ചെയ്തു, അവൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളുടെ റൂമിൽ വന്നിട്ട് ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ പറയുമായിരുന്നു. നമുക്ക് തുറന്ന് പറയാനായിട്ട് ആരുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയെല്ലാം പറയുമായിരുന്നു. പക്ഷെ ഞാൻ അറിയുന്നില്ലായിരുന്നു, ഞാൻ എന്തൊക്കെ പറയുന്നോ ആ ഒരു ഇൻസിഡൻറ്റിനെ ഡബിളാക്കി ആ പറയുന്ന ആളുകളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുത്ത് എന്നെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വെറുപ്പിക്കാനുള്ള ഒരു എല്ലാ മാർഗങ്ങളും ഈ പുള്ളിക്കാരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. അതായത് എന്നെ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മാനേജർ അല്ലെങ്കിൽ ഇൻചാർജായിട്ട് എനിക്ക് പ്രൊമോഷൻ തരാനായിട്ട് അവർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഈ ആൾ പുറകിലിരുന്ന് ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കുന്നില്ല, നമ്മളുടെ സ്വന്തമായി നമ്മുടെ കൂടെ കിടന്നുറങ്ങുന്നു. ഞാനല്ല, എന്നോട് പറഞ്ഞിരുന്നത് എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല, എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ എല്ലാം ഉണ്ടാക്കി കയ്യിലെല്ലാം കൊണ്ടുപോയി കൊടുക്കും, വായിൽ വെച്ച് തീറ്റിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് എന്താ പറയുന്നത്, നമുക്ക് സഹായമാകുന്ന 1 വർഷത്തോളം അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. 1 വർഷത്തിന് ശേഷമാണ് ഈ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള സ്റ്റാഫൊക്കെ എനിക്കെതിരെ വളരെയധികം പ്രവർത്തിക്കാനും അതുപോലെ സംസാരിക്കാനും എന്നെ ഷൗട്ട് ചെയ്യാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ് അപ്പോഴാണ് ഞാൻ പതുക്കെ തിരിച്ചറിയുന്നത് ഇതിൻ്റെ എല്ലാം കാരണം ഈ ഒരാളാണെന്ന്. കാരണം മാനിപ്പുലേഷൻ എന്ന് പറയും, അതായത് നമ്മൾ പറയുന്ന കാര്യത്തെ എക്സാജറേറ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതായത് നമ്മൾ പറയില്ലേ പരദൂഷണം പറയുകയാണ്, ആ പരദൂഷണമാണ് മെയിനായിട്ട് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്രയും ചെറിയ പ്രായത്തിൽ എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മളെക്കൊണ്ടൊന്നും ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ നമ്മളുടെ മുമ്പിൽ നന്നായിട്ട് അഭിനയിക്കുക, അവരുടെ മുമ്പിൽ നന്നായിട്ട് അഭിനയിക്കുക, ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കുകയും ചെയ്യുകയാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അവസാനം ആ ആൾക്ക് ഒരു വലിയ, ഞാനിപ്പോൾ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അത് പിന്നെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു തുറന്നു പറച്ചിലായിപ്പോവും. ആ ആൾക്ക് വലിയൊരു അപകടം അവിടെ വന്നു, വലിയൊരു അപകടം, ആരും സഹായത്തിനില്ലാത്ത ഒരു അപകടം വന്നു. ഞാനത് തിരിച്ചറിഞ്ഞ് ഞാൻ വല്ലാതെ വിഷമിക്കുകയും കരയുകയും ഞാൻ വല്ലാതെ മാനസികമായിട്ട് തകരുകയും ചെയ്തു. പക്ഷേ ആ ആൾ നമ്മുടെ കൂടെ നിന്നില്ല, നമ്മളെ ഒറ്റപ്പെടുത്തി. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ ആൾക്ക് നല്ല ചിക്കൻ ബിരിയാണി മുതൽ എല്ലാവിധ ഫുഡും ഉണ്ടാക്കാൻ അറിയാമായിരുന്നെന്ന്. കാരണം നമ്മളെക്കൊണ്ടല്ല ജോലിയും ചെയ്യിച്ച് അതിൽ സുഖിച്ച് ജീവിക്കുമായിരുന്നു. അപ്പോൾ ഈ ആൾക്ക് ഒരു വലിയ അപകടം നടന്നു. ആ അപകടം നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു, ഈ പറയുന്ന പരദൂഷണം പറഞ്ഞു കൊടുത്ത ഒരൊറ്റ ആളും കൂടെയില്ല. എനിക്ക് എന്നെപ്പറ്റി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് ആ ആളെ കൈവിടാൻ പറ്റില്ലായിരുന്നു. കാരണം ഒരു മലയാളിയായ ഒരു കുട്ടി വന്ന് ആരും ആശ്രയമില്ലാതെ ഇവിടെ നിൽക്കുന്നു, ആ ആൾക്കൊരു അപകടം വരുമ്പോൾ നമ്മൾ പകരം വീട്ടേണ്ടതോ അല്ലെങ്കിൽ നമ്മളുടെ ദേഷ്യം കാണിക്കേണ്ടതോ ആ ഒരു സമയത്തല്ല എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു. ഞാനപ്പോൾ ആ ആളെ എന്താ പറയുന്നത്, അതിനെ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. വളരെയധികം നിലവിളിച്ചുകൊണ്ട് അതിൽ നിന്ന് എന്താ പറയുക റിക്കവർ ആകുന്ന സമയത്ത് വളരെയധികം വിഷമിച്ച് കരഞ്ഞു പറഞ്ഞു, ഞാൻ ഇന്ദുവിനോട് ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്, ദൈവം എന്നോട് പൊറുക്കില്ല, എന്നോട് ക്ഷമിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അതായിരുന്നു എൻ്റെ ഒരു പകരം വീട്ടൽ. അപ്പോൾ എനിക്കപ്പോൾ മനസ്സിലായി, ഈ പറയണ ഈ കൂട്ടുകാർ, എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം ഞാനും ഒരു കൂട്ടുകാരിയാണല്ലോ ആളുടെ, അതാണ് ഞാൻ എക്സെപ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കൂട്ടുകാർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരെയും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. നമ്മളെ എങ്ങനെയൊക്കെയാണ് അവർ ട്രാപ്പിലാക്കുന്നത് എന്നറിയില്ല. ഒരാൾക്ക് മറ്റൊരാൾ നന്നാവുന്നത് ഇഷ്ടമാണ് എന്നെനിക്ക് തോന്നില്ല. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, ചില ആളുകൾ, ചെറിയൊരു പെർസെൻറ്റേജ് ആളുകൾക്ക് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നിരുന്നാൽ പോലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവസാനം നമുക്ക് വീട്ടുകാർ മാത്രമേ കാണുകയുള്ളൂ എന്നുള്ള ഒരു മെസ്സേജാണ് ഞാൻ ഇതിലൂടെ നിങ്ങളോട് അറിയിക്കുന്നത്. താങ്ക് യു.